ബി.ജെ.പിയിൽ മോക്ഷവും ആശ്വാസവും പ്രതീക്ഷിച്ച കേരളത്തിലെ നസ്രാണികളുടെ തലയില് വെളിച്ചം ഉദിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അരമനകൾ തോറും കയറിയിറങ്ങി കേക്കും ലഡുവും കൊടുത്തും ഡൽഹി ഗോൾഡാഖാന പള്ളിയിലും CNIയുടെ കത്തീഡ്രൽ ചർച്ചിലും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തും വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടാം എന്ന് വിചാരിച്ച ബി.ജെ.പിയുടെ മോഹം ഇതോടെ അസ്തമിച്ചു എന്ന് വേണം പറയാൻ. സ്വാതന്ത്ര്യ സമരകാലം മുതലേ കേരളത്തിലെ RSS പ്രവർത്തിക്കുന്നുണ്ട്, സംഘപരിവാരമുണ്ട്. മഹാത്മാഗാന്ധിയെ വധിച്ച ദിവസം തൈക്കാട് RSS പ്രവർത്തകര് മധുരപലകാരം വിതരണം ചെയ്തുവെന്ന് കവി ONV കുറുപ്പ് ഒരു കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അന്ന് മുതലേ ഇവിടുത്തെ RSSന്റെ, പിന്നീട് ജനസംഘത്തിന്റെ, അതിനുശേഷം ബി.ജെ.പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഹിന്ദുത്വ വോട്ടുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു. നമുക്കറിയാം, ബി.ജെ.പി വന്നതിന് ശേഷം O രാജഗോപാലൻ, രാജേട്ടൻ, KG മാരാര്, K രാമൻപിള്ള, അങ്ങനെ തുടങ്ങി അവസാനം K സുരേന്ദ്രൻ വരെയുള്ളവര് ഹിന്ദു വോട്ടിന് വേണ്ടിയാണ് പരിശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് അവർ നടത്തിയത്. അടുത്ത കാലത്ത് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് K സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എത്ര വലിയ പോരാട്ടമാണ് നടത്തിയത് എന്നുള്ളത് നമ്മൾ ആരും ഇതുവരെ മറന്നിട്ടില്ല. K സുരേന്ദ്രന്റെ കാലത്ത് അരമനകളിൽ പോവുകയും മെത്രാന്മാർക്ക് കേക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന ഒരു പരിപാടിക്ക് അപ്പുറത്തേക്ക് അതിന്റെ പരിധി വിട്ട് പോയിരുന്നില്ല. കൂട്ടത്തില് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ നാമധാരിയെ പാർട്ടിയുടെ നേതൃനിരയിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് നോബിൾ മാത്യു എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഒരു കേരള കോൺഗ്രസ്സുകാരനെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആക്കി. അതിനൊന്നും അപ്പുറത്തേക്ക് ഹിന്ദുത്വ വോട്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുന്ന തരത്തില് കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം പോയിരുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കിയതോടെയാണ് കേരള ബി.ജെ.പിയിലെ ക്രൈസ്തവ പ്രീണനം ഒരു അജണ്ടയായിട്ട് മാറുന്നത്. ഏതായാലും പരമ്പരാഗതമായ ഹിന്ദുത്വ വോട്ടുകൾ നമ്മുടെ കൂടെയിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി എങ്ങനെയെങ്കിലും സമാഹരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, തപ്പിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ഒരു 10-30 സീറ്റൊക്കെ ഒപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഒരു വലിയ ബി.ജെ.പി നേതാവായിട്ട് വളരും. ഇതായിരുന്നു ഇതിന്റെയൊക്കെ പിന്നിലെ കണക്കുകൂട്ടൽ. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു അനൂപ് ആന്റണി, അതുപോലെ തന്നെ പി സി ജോർജ് അതുവരെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഏത് പാർട്ടിയിൽ നിന്നാലും അവിടുത്തെ മുസ്ലിങ്ങൾ ജോർജിനൊപ്പമായിരുന്നു. പക്ഷെ അവസാനം അവരുമായിട്ട് തെറ്റി, വായി തോന്നിയതൊക്കെ അവർക്കെതിരെ വിളിച്ചു പറഞ്ഞു. അതിനെ തുടർന്നാണ് അദ്ദേഹം ബി.ജെ.പിയിൽ എത്തുന്നത്. അതിന്റെ പിന്നാലെ മകൻ ഷോൺ ജോർജും ബി.ജെ.പിയിൽ വന്നു. അനൂപ് ആന്റണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു, ഷോൺ ജോർജ് ഒരു വൈസ് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയുടെ അധികാരം അല്ലെങ്കിൽ കടിഞ്ഞാൺ ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ പാർട്ടിയുടെ മുഖം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ, മറ്റൊരു ജനറൽ സെക്രട്ടറിയായ സുരേഷ്, ഷോൺ ജോർജ്, അനൂപ് ആന്റണി മുതലായവരായിരുന്നു. K സുരേന്ദ്രനെ പോലുള്ള നേതാക്കളെ പരിപൂർണമായിട്ട് ഒതുക്കിക്കളഞ്ഞു. ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ നിശ്ചയിച്ച സമയത്ത് അവർക്കൊന്നും വേണ്ട പ്രാതിനിധ്യം എവിടെയും ലഭിച്ചില്ല. അതിന്റെ പേരിൽ ധാരാളം പരാതികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കൂടി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ മുന്നണിയിലേക്ക്, NDAയിലേക്ക് കൊണ്ടുവന്നു. ഈ 2020 എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ 2-3 മണ്ഡലങ്ങളിൽ അത്യാവശ്യം സ്വാധീനമുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ഭരണം നേടിയ ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അടുത്ത കാലത്ത് ഈ പഞ്ചായത്തുകളിലെ അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. 2020യിലേക്ക് പോയിരുന്ന കോൺഗ്രസ്സുകാരൊക്കെ തിരിച്ച് പാർട്ടിയിലേക്ക് വന്നു. മറ്റു ചില പഞ്ചായത്തുകളിൽ അതേസമയം അവർ കുറച്ച് സ്വാധീനം നേടിയെടുക്കുകയും ചെയ്തു. ഇവരെ കൂടി NDAയിലേക്ക് കൂട്ടി. 19 സീറ്റാണ് 2020 വിലപേശി വാങ്ങിയത്. ആ പാർട്ടി എന്താണെന്ന് പോലും അറിയാത്ത മണ്ഡലങ്ങളില്, റാന്നി പോലെയുള്ള മണ്ഡലങ്ങളില്, കഴിഞ്ഞ തവണ 28,000 വോട്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയ മണ്ഡലത്തില്, അവിടെ പോലും ഒരു 2020 സ്ഥാനാർത്ഥിയാണ് വന്നത്. തൃപ്പൂണിത്തുറയിലെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് അവിടുത്തെ മുനിസിപ്പാലിറ്റി വരെ മത്സരിച്ച് ജയിച്ചതാ. അവിടെ 2020ക്ക് കൊടുക്കേണ്ടി വന്നു. കൊടുങ്ങല്ലൂര് വലിയ തോതില് RSSനും സംഘപരിവാരത്തിനും ബി.ജെ.പിക്ക് സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. ആ മണ്ഡലവും 2020 കൊണ്ടുപോയി. K സുരേന്ദ്രൻ, MD രമേശ്, കുമ്മനം രാജശേഖരൻ, ഇവരെയൊക്കെ വളരെ മനോഹരമായിട്ട്, നൈസായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് ഒതുക്കി. ഒടുവിൽ കുമ്മനം രാജശേഖരൻ ഒരു സീറ്റ് കിട്ടാൻ പെടാപ്പാട് കഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ഇടപാടുകളുടെയൊക്കെ പിന്നില് കോടിക്കണക്കിന് രൂപയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബി.ജെ.പിയിലുള്ളവർ തന്നെ ഇപ്പോൾ പറയുന്നത്. എന്തിന്?
ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ പദവി നൽകുന്നതിനെ പോലും അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന BJP, അവരുടെ കേരള ഘടകം കേരളത്തിലെ ക്രൈസ്തവർക്ക് അതിന്യൂനപക്ഷ പദവി നൽകണമെന്ന ആവശ്യം പോലും പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പേരിൽ പാർട്ടിയിൽ BJP വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്തു. അതിനിടയ്ക്കാണ് FCRA എന്ന് പറയുന്ന വിദേശ സഹായ നിയന്ത്രണ നിയമം അതിന് കൊണ്ടുവന്ന ഭേദഗതി അതിന്റെ എല്ലാ മാരക ഭാവങ്ങളോടും കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു നിയമമാണ്. വിദേശ സഹായം ഉപയോഗിച്ച് നിർമ്മിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്ത പ്രോപ്പർട്ടീസ്, സ്ഥാവര ജംഗമ സ്വത്തുക്കള് അല്ലെങ്കിൽ സ്ഥാപനങ്ങള്, ഇതൊക്കെ സർക്കാരിന് പിടിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു ഭേദഗതി നിയമമായിരുന്നു ഇത്. BJP വിചാരിച്ചത് ഇത് കാണിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ വിരട്ടാവുന്ന, അല്ല സഭകളെ ഭീഷണിപ്പെടുത്താവുന്ന വിചാരിച്ചത്. അങ്ങനെ ക്രൈസ്തവ സഭകൾ മുഴുവൻ അടപടലം വന്ന് BJPക്ക് വോട്ട് ചെയ്യും എന്നവർ കരുതി. പക്ഷേ ഈ FCRA ഭേദഗതി നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം കേരളത്തിലെ ക്രൈസ്തവരെ, ഇന്ത്യയിലെ ക്രൈസ്തവരെ മനസ്സിലാക്കി. ക്രൈസ്തവ സഭകൾ ഒന്നടക്കം അതിനെ എതിർത്തു. അഖില ഭാരത കത്തോലിക്ക മെത്രാൻ സംഘം വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചു. ഇവിടെ നടക്കുന്നതിന്റെയൊക്കെ പിന്നില് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഞങ്ങളെന്ന് CBCIയുടെ വക്താവിന് പറയേണ്ടി വന്നു. കേരളത്തിലെ കത്തോലിക്ക സഭകളും മറ്റു സഭകളും ഒന്നിച്ചു നിന്നു. അത് BJP പ്രതീക്ഷിച്ചതല്ല, പേടിച്ചു പോകുന്ന കരുതിയത്. അല്ലെ, പേടിപ്പിച്ച് കാര്യം കാണാമെന്നാണ് അവര് പ്രതീക്ഷിച്ചത്. നടന്നത് മറ്റൊന്നായിരുന്നു. FCRAയുടെ പേരില് കേരളത്തിലെ ക്രൈസ്തവര് BJPക്ക് തീർത്തും എതിരായി. അല്ലെങ്കിൽ തന്നെ കേക്കോ ലഡുവോ അല്ലെങ്കിൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് കൊണ്ടോ ഇതൊന്നും ക്രൈസ്തവരുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചിരുന്നില്ല. അവര് പഴയ ചരിത്രം മറക്കുന്നവരല്ല. വിചാരധാരയിൽ എന്താണ് എഴുതി വെച്ചിരുന്നത് എന്ന്, അതായത് ഇന്ത്യയിലെ ഹൈന്ദവരുടെ 3 പ്രധാന ശത്രുക്കൾ, 1 ക്രൈസ്തവര്, 2 മുസ്ലിങ്ങൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നത് അവര് മറന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഈ തിരുക്കർമ്മങ്ങളിൽ മോദി പങ്കെടുക്കുമ്പോൾ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഡൽഹിയിൽ നടന്നിരുന്ന കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് അവര് മറന്നില്ല. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളില് ക്രൈസ്തവ വൈദികര്, പാസ്റ്റർമാര് അല്ലെങ്കിൽ കന്യാസ്ത്രീകള് അവര് നേരിടുന്ന പീഡാനുഭവങ്ങള്, അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങള്, അവരുടെ സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒരു വൈദികനെ ബജ്രംഗ് ദളിന്റെയും RSSന്റെയും പ്രവർത്തകർ ചാണകം തീറ്റിച്ച കഥ, ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സംഭവം, ഇതൊന്നും അവര് മറന്നിട്ടില്ല. അങ്ങനെ അവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. കാരണം ഇതൊക്കെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളായിരുന്നു. അതിന്റെ പിന്നാലെയാണ് FCRA ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത്. തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അത് പരിഗണിക്കുന്നത് അല്പം നീട്ടിവെച്ചെങ്കിലും മന്ത്രി കിരൺ റിജിജു പറഞ്ഞു, ഉചിതമായ സമയത്ത് ഞങ്ങൾ ഇത് കൊണ്ടുവന്ന് പാസ്സാക്കുക തന്നെ ചെയ്യും എന്ന്. അപ്പൊ കാര്യം കേരളത്തിലെ ക്രൈസ്തവർക്ക് മനസ്സിലായി. BJP അവരെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ല തെളിച്ചം, നല്ല ബോധ്യം അവർക്കുണ്ടായി. വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ വോട്ടൊന്നും BJPക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ NDAയ്ക്കോ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. BJPക്ക് മനസ്സിലായി. അവരോട് ഒട്ടുനിന്നിരുന്ന ക്രൈസ്തവ നേതാക്കൾക്ക് മനസ്സിലായി. കാസ പോലെയുള്ള ക്രിസംഗികൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം കിട്ടി. അപ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് തന്നെ മെത്രാന്മാരെ ഊളകളെന്ന് വിളിച്ചുകൊണ്ട് PC ജോർജ് രംഗത്ത് വന്നത്. അതിന്റെ പിന്നാലെ മകൻ ഷോൺ ജോർജ് പ്രധാനമന്ത്രിയോടും മറ്റും നന്ദികേട് കാണിച്ചെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആക്ഷേപം. അതായത് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒത്തിരി സഹായങ്ങൾ അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർവ്വം പെരുമാറിയവരാണ് കേന്ദ്രത്തിലെ BJP നേതൃത്വം. ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് ഇനി എങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കും? അതായിരുന്നു ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം. നന്ദികേടല്ലയോ? മോഡി എത്രയെത്ര കാര്യങ്ങളാണ് ചെയ്തത്. ഈ FCRA എന്ന് പറയുന്നതൊന്നും ക്രൈസ്തവർക്ക് അത്ര എതിരായ കാര്യങ്ങളൊന്നും അല്ലെന്നേ. പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? അങ്ങനെ മെത്രാന്മാർക്കും സഭയ്ക്കും നല്ലതുപോലെ കിട്ടിയ കൂട്ടത്തില് PC ജോർജ് അവരുടെ മുഖപത്രമായ ദീപയെയും നല്ലതുപോലെ പള്ളു പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് കേരളത്തിലെ കത്തോലിക്ക സഭ മിണ്ടാതിരുന്നില്ല കേട്ടോ. അവർ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ഇന്നലെ പറഞ്ഞു, ഇതൊന്നും വെച്ച് കേരളത്തിലെ സഭയെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും ആരും വിചാരിക്കണ്ട, അങ്ങനെ മൂലക്കിരുത്താമെന്നും കരുതേണ്ട. അങ്ങനെ കൃത്യമായിട്ട് കത്തോലിക്ക സഭയുടെ നിലപാട് പുറത്തു വന്നു. BJPയോട് അവരുടെ സമീപനം പുറത്തു വന്നു. BJP സഭകളെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ PC ജോർജിനെയും ഷോൺ ജോർജിനെയും
മുമ്പിൽ നിർത്തി ഭീഷണിപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് കല്ലറങ്ങാട്ട് പിതാവ് വളരെ കൃത്യമായിട്ട് മറുപടി നൽകി. എന്നിട്ട് സഭ തന്നെ അതിന്റെ വീഡിയോ എല്ലാ മാധ്യമങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ വോട്ടൊന്നും BJPക്ക് കിട്ടിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ PC ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ കുരുപൊട്ടിയത്. കാരണം ഈ ക്രിസ്ത്യൻ വോട്ട് കച്ചവടം ചെയ്ത് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചതാ. വോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ BJP അവരെ കൂടെ കൂട്ടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് സഭാപിതാക്കന്മാർക്കും സഭയ്ക്കും സഭയുടെ പത്രത്തിനും എതിരായിട്ടുള്ള അതിരൂക്ഷ വിമർശനവുമായിട്ട് ഈ രണ്ട് നേതാക്കള് രംഗത്ത് വന്നത്. BJPക്കും സംഘപരിവാരത്തിനും കാര്യം മനസ്സിലായി. ഇവന്മാരെ നമ്പിയിട്ട് ഒരു കാര്യവുമില്ല, ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. ഇവന്മാരുടെ വോട്ട് വാങ്ങിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കുകയും വേണ്ട. അതവർക്ക് നന്നായിട്ട് മനസ്സിലായി. കേരളത്തില് പാർട്ടിയോട് പരസ്യമായിട്ട് ഒട്ടി രഹസ്യമായി പിന്നിൽ നിന്ന് കുത്തുന്ന പ്രസ്ഥാനമാണ് ക്രൈസ്തവ സഭകളെന്ന് ആര് പറഞ്ഞു? RSSന്റെ ഔദ്യോഗിക പത്രമായ കേസരി തന്നെ മുഖലേഖനം എഴുതി. എന്നാണ് കേരളത്തിലെ ക്രൈസ്തവര് BJPയെ സഹായിച്ചിട്ടുള്ളത്, പിന്തുണച്ചിട്ടുള്ളത്? ഇല്ലാത്ത ആക്രമണങ്ങളുടെയും ചെയ്യാത്ത കുറ്റത്തിന്റെയും പേരിൽ BJPയെ നിരന്തരം ക്രൂശിലേറ്റിയവരാണ് ക്രൈസ്തവർ. നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് കേസരി വെല്ലുവിളിച്ചു ചോദിച്ചു. ഇതുപോലെ കേസരിയിൽ ലേഖനം വരുന്നത് ഇത് ആദ്യമൊന്നുമല്ല കേട്ടോ, നേരത്തെയും വന്നിട്ടുണ്ട്. അന്നേ കേരളത്തിലെ ക്രൈസ്തവര് കേസരിയുടെയും സംഘപരിവാരത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങള് മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 25 കേസരിയിൽ വന്ന ഒരു ലേഖനത്തില് എന്താണ് ക്രൈസ്തവ സഭകളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മറന്നിട്ടില്ല. ഇവര് രാജ്യദ്രോഹികൾ എന്നാണ് പറഞ്ഞിരുന്നത്, അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മാവോവാദികൾ അടക്കം നടത്തുന്ന അക്രമ സംഭവങ്ങളുടെ പിന്നിൽ അവർക്ക് പ്രോത്സാഹനമായിട്ട് ക്രൈസ്തവ മിഷണറിമാരാണ് ഉള്ളത് എന്നാണ് അന്ന് കേസരി പറഞ്ഞത്. ക്രൈസ്തവർ ഏതൊക്കെ രാജ്യത്ത് ചെന്നിട്ടുണ്ടോ അവിടുത്തെയൊക്കെ സംസ്കാരം സംസ്കൃതി നശിപ്പിച്ച പാരമ്പര്യമാണ് അവർക്കുള്ളത്. ലോകമെങ്ങും അവരുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം മതം മാറ്റലാണ്. ഇന്ത്യയിൽ തന്നെ 12,000 വൈദികര്, 20,000 കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മദർ തെരേസ മുതൽ ദയാഭായി വരെയുള്ളവര് ഈ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇന്ത്യയില് ഇംഗ്ലീഷ് പേരുള്ള ഏക സംസ്ഥാനം നാഗാലാൻഡ് എന്നതാണ്. അതൊരു പ്രത്യേക രാജ്യം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പിന്നിലും ക്രൈസ്തവ മിഷണറിമാരാണ് ഉള്ളതെന്ന് അന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസരി ലേഖനം എഴുതിയതാണ്. അതുപോലെ FCRA ഭേദഗതി നിയമം ഉണ്ടല്ലോ, അതിന്റെ തുടക്കം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഓർക്കുന്നത് RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധിപ്പിച്ചാണ്. അന്ന് ആ ലേഖനത്തില് ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കുള്ള വലിയ സ്വത്തിനെ കുറിച്ച്, ആസ്തിയെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ സ്വത്തുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന്റെയും ശ്രമത്തിന്റെയും തുടക്കമായിരുന്നു എന്നാണ് ഇന്ത്യൻ സഭകള് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ BJPക്കുള്ളിലും വലിയ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടാണ്. അദ്ദേഹം നടത്തിയ ക്രൈസ്തവ പ്രീണനത്തെ വിമർശിച്ചുകൊണ്ട് ധാരാളം പേര് ആ പാർട്ടിയിൽ ഇപ്പോൾ സംസാരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മുൻ DGP ആയിരുന്ന TP സെൻകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. കേരളത്തിലെ ഹിന്ദുക്കളോട് ഇത്രയും ക്രൂരത കാണിച്ച ഒരാള് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ ഈ പാർട്ടിയുടെ തലപ്പത്ത് വന്നു നേതാവായി എന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ കോർ ഹിന്ദു വോട്ട് അവഗണിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടി പോയിട്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ഈ FCRA ഭേദഗതിയെ കുറിച്ച് എന്താ പറഞ്ഞത്? കള്ളന്മാര് മാത്രമേ അതിനെ എതിർക്കുന്നുള്ളൂ എന്നാണ്. അതായത് അതിനെ എതിർക്കുന്നവർ കള്ളന്മാരാണെന്ന്. ഇന്നലെ ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത് FCRA ഭേദഗതിയെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാണെന്നാണ്. ഇത് സംഘപരിവാരത്തിനുള്ളില് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന വലിയ സംഘർഷത്തിന്റെയും ഭിന്നതയുടെയും സൂചനകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഉദ്ദേശിച്ച ഒരു നേട്ടം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ആ സാഹചര്യത്തിൽ അദ്ദേഹം പുതിയ ഒരു ലാവണം തേടുന്നതിന് നിർബന്ധിതനായി മാറുകയും ചെയ്യും.